ഹലോ ഫ്രണ്ട്സ്. ഇപ്പം നമുക്ക് നോക്കാം. ഇത് ഏപ്രിൽ 8-ാം തീയതിയിലൊരു ഇതാട്ടോ. അതായത് ആ ആഴ്ച ഒരാഴ്ചത്തെ കണക്ക് കാണിക്കുന്നത്. മുകളിൽ എഴുതിയിരിക്കുന്നത് ആ ആഴ്ചയിൽ മൊത്തം എത്ര രൂപ ഓടിയെന്നും അടിയിൽ ഓരോരോ ബാറായിട്ട് കാണിക്കുന്നത് ഓരോ ദിവസം എത്ര ഓടിയെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരാഴ്ചയിൽ ഞാൻ മൊത്തം ഓടിയത് 15,816. അതിൻ്റെ അകത്ത് ഓടിയത് 1, 2, 3, 4, 5, 6 ദിവസം ആകെ ഓടിയിട്ടുള്ളൂ. അതിൽ ഈ 10-ാം തീയതി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 3,798 രൂപയ്ക്കാണ് അന്ന് യൂബർ മാത്രം ഞാൻ ഓടിയത്. മൊത്തം 66 ട്രിപ്പ് ആഴ്ച ഉണ്ടായിരുന്നു. 73 മണിക്കൂർ ഓൺലൈനിലിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ അടുത്ത് ഏണിങ്സ് ആണ്. നമ്മൾ ടോട്ടൽ ഏണിങ്സ് 15,816 എന്നും പറഞ്ഞ് ശരിക്കും കാണിക്കും. നമുക്ക് കിട്ടേണ്ട അത് നമ്മുടെ യൂബറിൻ്റെ കമ്മീഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന നമ്മുടെ എമൗണ്ടാണത്. ഇതിൻ്റെ അത് നമുക്ക് കുറയ്ക്കേണ്ടി വരുന്ന കേസ് ഡീസൽ മാത്രം, അതായത് CNG. ആ ഒരു എമൗണ്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് കുറയ്ക്കുന്നത്. കമ്മീഷൻ ഓൾറെഡി കുറച്ചിട്ടുള്ള എമൗണ്ടായി കാണിക്കുന്നത്. അതായത് ഈ പൈസ നമ്മുടെയാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ചിലവ് വരുന്ന വണ്ടിയുടെ മെയിൻ്റനൻസും CNG, ഈ 2 ചിലവുകളാണ്. ടോളുണ്ടെങ്കിൽ ടോളും വരും. ടോളപ്പം നമ്മൾ എയർപോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ, കുമ്പളം ടോൾ പ്ലാസയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പാലക്കാടൊക്കെ പോകുമ്പോൾ അവിടെ അങ്ങനെ മാത്രമേ ടോൾ വരാറുള്ളൂ. അല്ലാത്ത അത് കസ്റ്റമറാണ് ആ ടോൾ അടയ്ക്കുന്നത്. ചില ടോൾ മാത്രം നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പം അതിൻ്റെ അകത്ത് ഇതിന് പോയിട്ട് 15,000 രൂപയുടെ ഈ ഓട്ടം ഒരു ദിവസം ഓടിയില്ല നമ്മൾ ശരിക്കും. അല്ലാത്ത ദിവസം അടുത്ത ആഴ്ചയിൽ കാണിച്ചു തരാം. ഇപ്പം ഇത് 15,816 രൂപയ്ക്കാണ് ഓടിക്കുന്നത്. ഇതിൽ CNG കുറയ്ക്കണം. CNG ജസ്റ്റ് ഒരു 25% കണക്കാക്കിയാൽ മതി. കാരണം നമ്മൾ ഓടുന്ന ഓട്ടത്തിൻ്റെ ഒരു 25% സാധാരണ CNG ആയിട്ട് വരാറുള്ളൂ. അതായത് നമ്മൾ 3,000 രൂപ ഓടുകയാണെങ്കിൽ 750 രൂപ. എൻ്റെ കേസിൽ ഞാൻ 3,000 രൂപ കൂടുമ്പോൾ 750 രൂപയാണ് വരുന്നത്. അതായത് 1,000 രൂപ കൂടുമ്പോൾ ഒരു 250 രൂപയ്ക്കാണ് CNG. 1,000 രൂപ കൂടെ അതാണ് ഐഡിയലായിട്ട് ലാഭമില്ല നഷ്ടമില്ലാത്തൊരു കണക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 25%, അതായത് 20 to 25% ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഒരു ഐഡിയലായിട്ടുള്ളൊരു നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ നല്ലത്. പിന്നെ CNG നമ്മൾ AC ഒക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ ചിലവ് കൂടും. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. വണ്ടി മൈലേജ് നോക്കി ഓടിക്കുകയും ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ബാധകമല്ല. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഇതിലൊരു 3,000 രൂപ ഓടുന്ന ദിവസം ഞാനൊരു 750 രൂപയ്ക്ക് ചിലവ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 15,816. ഈ ഇതിൻ്റെ ഒരു എത്ര രൂപ ബാക്കി CNG വന്നു എന്ന് ജസ്റ്റ് കണക്കാക്കുക. 3,000 രൂപയ്ക്ക് 750 രൂപ ആണെങ്കിൽ 3, 6 എത്ര രൂപയായിരുന്നു ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. 3,000 രൂപ 4,500 അടുത്ത് വന്നിട്ടുണ്ടെന്ന് ഏകദേശ കണക്ക്. ഓക്കെ, അപ്പം അടുത്ത ഒരാഴ്ചത്തിലെ കണക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ആഴ്ച കണക്കാണ് അത്. ഈ ആഴ്ചയിൽ 18,603 രൂപ ഓടിയിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും ഓടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പ് ഓടിയിരിക്കുന്ന ആഴ്ചയിൽ തിങ്കളാഴ്ച നല്ല ഓട്ടമുള്ള ദിവസമായിരുന്നു. 3,502 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. 87 മണിക്കൂർ 42 മിനിറ്റ്, അതായത് 88 മണിക്കൂർ ഓൾമോസ്റ്റ് ഓൺലൈൻ ചെയ്തിട്ട് 78 ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഈ നമുക്ക് ചില സമയങ്ങളിൽ ട്രിപ്പ് കൂടുതലുള്ള സീസൺ ടൈമിൽ നമുക്ക് ചില 6 to 7 അല്ലെങ്കിൽ 7 ഓരോരോ പീക്ക് ടൈം ഉണ്ട്. ആ പീക്ക് ടൈമിൽ ഓടുമ്പോൾ നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടും. അതായത് ഒരു ട്രിപ്പിന് ഇത്ര രൂപ, 50 രൂപ, 40 രൂപ, 80 രൂപ, അങ്ങനെ നമ്മൾ ഓട്ടത്തിൻ്റെ കൂടാണ്ട് അഡീഷണൽ ആയിട്ടൊരു ബോണസ് കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ആഴ്ചയിൽ എനിക്ക് പ്രൊമോഷനായിട്ട് മൊത്തം കിട്ടും 600 രൂപ എക്സ്ട്രാ വെറുതെ കിട്ടുന്നുണ്ട്. ആ യൂബർ നമുക്ക് തരുന്ന പൈസ പീക്ക് ടൈമിൽ നമ്മൾ ഓടുന്നതിൻ്റെ ട്രിപ്പ് എടുക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതുകൂടാണ്ട് മൊത്തം എനിക്ക് കിട്ടിയ 18,185 നെറ്റ് ഫെയർ, ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുള്ള പൈസ. ടോട്ടൽ ഏണിങ്സ് ശരിക്കും 18,603 രൂപ ആവുന്നത്. അത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ. ഈ 18,000 രൂപയിൽ ശരിക്കും CNG ആയിട്ട് വരുന്നത്, അതായത് 3,000 രൂപയുടെ ഓട്ടത്തിന് 750 എന്ന് പറഞ്ഞല്ലോ, അത് വെച്ച് നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് കണക്ക് കൂട്ടി വെക്കാം. ഈ 18,000 രൂപ നമ്മുടെ കയ്യിൽ കമ്മീഷൻ കഴിഞ്ഞ് കിട്ടുന്ന പൈസയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 18,000 രൂപയിൽ അതിന് ചിലവ് വരുന്നത് CNG, പിന്നെ മെയിൻ്റനൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഒരു 4,000 രൂപ, ഒരു 3,000 രൂപ, ഒരു 5,000 രൂപ ഇടയിൽ നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നു. അത് 1.5 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് 10,000 കിലോമീറ്ററാണ്, ആവറേജ് 200 കിലോമീറ്റർ വെച്ച് ഓടുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഡീസൽ CNGയുടെ കോസ്റ്റ് എത്ര രൂപ, 18,000 രൂപയിൽ എത്ര രൂപ ആഴ്ചയിൽ കുറഞ്ഞു നോക്കും. ആദ്യമേ പറഞ്ഞാൽ നമ്മൾ കണക്ക് തെറ്റിപ്പോയതാണ് കഴിഞ്ഞ ആഴ്ചത്തെ. ശരിക്കും 18,000 രൂപയ്ക്ക് കൂടുമ്പോഴാണ് നമുക്ക് ആ ആഴ്ചയിൽ ഒരു 4,500 CNG വരും.
അപ്പം ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഫ്യൂൽ അടിക്കും. നമ്മളെന്തായാലും റെഗുലറായിട്ട് ഒരു ദിവസം ഇത്ര രൂപയ്ക്ക് CNG അടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ കുറേ ബെനിഫിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഏത് ബെറ്റർ ക്രെഡിറ്റ് കാർഡ് ഏതാണ്. അതായത് നമുക്ക് CNG ഫില്ല് ചെയ്യാൻ വേണ്ടി, കാരണം എറണാകുളത്ത് ഏറ്റവും കൂടുതൽ CNG ഉള്ള പമ്പുകൾ ഏത് കമ്പനിയുടെ പമ്പാണെന്നും അപ്പോൾ അതിന് പറ്റിയ ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് ഏതാണ് എന്നൊക്കെ, അതിൻ്റെ എത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന്, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. ഈ ആഴ്ച നമ്മൾ ശരിക്കും ഓടിയത് 11,603 രൂപ. അതിൻ്റെ അകത്ത് എനിക്ക് CNGയുടെ കോസ്റ്റ് വരുന്നത് 4,500 രൂപ. ഓക്കെ, 13,500 രൂപയാണ് ഒരാഴ്ച. ഓക്കെ, അതായത് ഒരു 7 ദിവസം നമ്മൾ കൂട്ടുവാണെങ്കിൽ ഒരു ആവറേജ് എത്ര രൂപയാണ് ജസ്റ്റ് കണക്ക് കൂട്ടിയാൽ ഒരു ദിവസത്തെ റവന്യൂ. അപ്പോൾ ഈ ആഴ്ച നമുക്ക് കിട്ടിയത് മൊത്തം 11,603 രൂപ. അതിൻ്റെ അകത്ത് 4,500 CNG പോയി കഴിഞ്ഞാൽ 13,000 രൂപ. ഓക്കെ, 13,000 രൂപ ആഴ്ച നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2,000 രൂപ ഏകദേശം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 13,000 രൂപയല്ലേ 7 ദിവസം, 2,000 താഴെ വരുന്നു, 1,800 സംതിങ് വരുമെന്ന് തോന്നുന്നു ആവറേജ് ഒരു ദിവസത്തെ റവന്യൂ. ഏകദേശം 1,900 സംതിങ് ആവറേജ് ഒരു ദിവസത്തെ റവന്യൂ ആണ്. അത് CNG കഴിഞ്ഞാൽ നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ട്. ഇനി വേറെ ചിലവുണ്ട്, നമ്മുടെ പേഴ്സണൽ ചിലവുണ്ട്, ഫുഡിൻ്റെ ചിലവ്. അത് നമ്മൾ പേഴ്സണലി കഴിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പം എറണാകുളത്ത് നിൽക്കുന്ന ഒരാൾ റൂം റെൻറ്റ് വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരികയാണ്, അപ്പോൾ എനിക്ക് റൂം റെൻറ്റ് വന്നില്ല. പിന്നെ ഫുഡ് ഞാൻ പുറത്തുനിന്ന് 3 നേരം പുറത്തുനിന്ന് കഴിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇനി അത് രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ എനിക്ക് കൊണ്ട് ആ 300 രൂപ ഒരു ദിവസം ലാഭിക്കുകയാണെങ്കിൽ ഒരു മാസം 9,000 രൂപ എനിക്ക് അങ്ങനെ ലാഭിക്കാം. അതായത് ഒരു ദിവസം 300 വെച്ച് 10 ദിവസം 3,000, 6 9,000 രൂപ എനിക്ക് അങ്ങനെ ലാഭിക്കാം. നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. അടുത്ത ദിവസം 21,910 രൂപ, 22,000 രൂപ കിട്ടിക്കും. ഈ ദിവസം ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഓടിയിരിക്കുന്നത് 3,911 രൂപയ്ക്ക് ഒരു ദിവസം ഓടിയത്. അപ്പോൾ അത് നമുക്ക് അന്ന് എത്ര ട്രിപ്പ് ഓടി എന്നൊക്കെ അറിയാൻ പറ്റും. അന്ന് 16 ട്രിപ്പാണ് ഓടി ആ ദിവസം. 3,911 രൂപ ഉണ്ടാക്കിയ ആ ഒരു ദിവസം ഞാൻ ശരിക്കും ഓടിയത് 16 ട്രിപ്പ് ഓടി, 14 മണിക്കൂർ ഓൺലൈനിൽ എടുക്കും. 14 മണിക്കൂർ ജോലി എടുക്കണം, എന്നാലേ 4,000 രൂപ കിട്ടുമല്ലോ. പണിയെടുക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക്, പൈസയാണ് വലുത്, എത്ര വേണേലും പണിയെടുക്കാം എന്നുള്ള ഒരാൾക്ക് നല്ലൊരു ഐഡിയ ആണ്. 3,911 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. 14 മണിക്കൂർ കൊണ്ട് 14 മണിക്കൂർ 4,000 രൂപ ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആ ആഴ്ച മൊത്തം 22,000 രൂപ കൂടെ ഉണ്ട്. അപ്പോൾ 22,000 രൂപ കൂടെ ഉണ്ടെങ്കിൽ എത്ര രൂപ CNG ചിലവ് വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആഴ്ച നമുക്ക് മൊത്തം CNG ചിലവ് 6,000 രൂപ വരും. ഓക്കെ, ഈ 21,911 നമുക്ക് ചിലവാകുന്ന തുകയെന്ന് പറഞ്ഞാൽ CNG ചിലവ്. ഈ CNG ചിലവ് 6,000 രൂപ വരും. അത് 22,000 6,000 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 16,000 രൂപ ആ ആഴ്ചത്തെ റവന്യൂ. ഇപ്പോൾ പെർ ഡേ എത്ര രൂപ വെച്ചായി? കാരണം ആഴ്ച 7 ദിവസമുണ്ട്. അപ്പോൾ 7 ദിവസം ഒരു ദിവസം എത്ര രൂപ വെച്ചായെന്ന് ജസ്റ്റ് കണക്ക് കൂട്ടാം. ഓൾമോസ്റ്റ് ചിലവെല്ലാം കഴിഞ്ഞിട്ട് പെർ ഡേ 2,300, ഏകദേശം റൗണ്ട് ഫിഗർ ആയിട്ട് 2,300 കൂട്ടിക്കും. വേണ്ട കുറച്ച് കൂട്ടിക്കും, 2,200 പെർ ഡേ ഈ ആഴ്ചയിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പം ഈ 2 ആഴ്ചയും കൂടി ഇപ്പോൾ എത്ര രൂപയായി? ആദ്യത്തെ ആഴ്ച നമ്മൾ 16,000 രൂപ, ഈ ആഴ്ച നമുക്ക് 16,000 രൂപ ഈ ആഴ്ച എല്ലാം കഴിഞ്ഞ് മിച്ചമുണ്ട്. മറ്റേ ആഴ്ചയിൽ 13,000 രൂപ മിച്ചമുണ്ട്. ഓക്കെ, 13,000 അല്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ഫസ്റ്റ് ആഴ്ചയിൽ 13,000 രൂപ മിച്ചമുണ്ട്. അതിന് സെക്കൻഡ് ആഴ്ച 16,000 രൂപ മിച്ചമുണ്ട്. ഇപ്പോൾ എത്ര രൂപയായി? 13ഉം 16ഉം, അപ്പോൾ 2 ആഴ്ച കൊണ്ട് 29,000 രൂപയായി. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് സീസൺ ടൈമിലെ ഓട്ടമാണ്. അതായത് ഓട്ടം ഉള്ള സമയം ഉണ്ടാവും, ഓട്ടം ഇല്ലാത്ത സമയം ഉണ്ടാവും. എല്ലാ ബിസിനസ്സിലെ പോലെ തന്നെ ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ നമ്മൾ കാണും. ഇത് സീസൺ ഓട്ടം ഉള്ള സമയത്ത് ഒരു റവന്യൂ ആണ്. അതായത് ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് 29,000 രൂപ. ഇനി മൂന്നാമത്തെ ആഴ്ച നമുക്ക് എത്ര കൂടെ? 22,507. അപ്പോൾ ഏകദേശം അത് നമ്മൾ ഇപ്പം മറ്റേത് 22 ഇത് കൂട്ടാം, 22,500. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഏകദേശം 16,000 രൂപയുടെ ഓട്ടം ഓടി. കാരണം മറ്റേ സെയിം എമൗണ്ട് തന്നെ, ഒരു 500 രൂപ കൂടുതൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് 16,000 ആയിട്ട് തന്നെ കൂട്ടാം. അപ്പം 16,000 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയായി? അപ്പം മൊത്തം 3 ആഴ്ച കൊണ്ട് 46,000 രൂപയുടെ ഓട്ടം. ഈ 46,000 രൂപയുടെ ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, അതായത് CNG കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ്. CNG കോസ്റ്റും യൂബറിന് കൊടുക്കേണ്ട കമ്മീഷനും കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് 3 ആഴ്ച കൊണ്ട് 45,000 രൂപ.
ഓക്കെ. അപ്പം അതിൻ്റെ അകത്ത് ഈ ആഴ്ചയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓടിയേക്കുന്നത് ഒരു ദിവസം 4247 രൂപയ്ക്ക് ഓടി. 95 മണിക്കൂർ ഓൺലൈനിലിരുന്നു. 77 ട്രിപ്പ് മൊത്തം ആഴ്ച ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ 4247 രൂപയ്ക്ക് ആ ഓടിയ ഓട്ടത്തിൻ്റെ എത്ര മണിക്കൂറാണെന്ന് ഓടി നോക്കുക. അന്ന് ഞാൻ 11.5 മണിക്കൂർ ഓടിയുള്ളൂ. ആകെ 9 ട്രിപ്പ് എടുത്തുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും വേണമെങ്കിൽ. അപ്പം അന്ന് എനിക്ക് ഇൻട്രസിറ്റി അടിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ ആ ഒരു 9 ട്രിപ്പ് എടുത്തപ്പോൾ തന്നെ 4247 രൂപ അന്ന് എനിക്ക് ഓടാൻ പറ്റിയത്. വെറും 11.5 മണിക്കൂർ ഓടിയുള്ളൂ. 9 ട്രിപ്പ് എടുത്തുള്ളൂ. 9 ട്രിപ്പിൽ തന്നെ 4247 ഓക്കെ. ഇപ്പം 3 ആഴ്ച കൊണ്ട് മൊത്തം നമുക്ക് 45,000 രൂപയുടെ ഓട്ടമായി. ചിലവ് കഴിഞ്ഞ് CNG കഴിഞ്ഞുള്ളൂ. ഇനി അടുത്ത ഒരു മാസത്തെ കണക്കാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ മാസത്തെ അവസാനത്തെ ആഴ്ച നമുക്ക് നോക്കാം എത്ര രൂപ കൂടും. ആ ആഴ്ചയിൽ ഞാൻ ആകെ 11,000 രൂപ കൂടിയിട്ടുള്ളൂ. അതായത് 8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതി എനിക്കൊരു പേഴ്സണൽ കാര്യം ഉള്ളതുകൊണ്ട് ഒരു പേഴ്സണൽ ട്രിപ്പായിരുന്നു അത്. അപ്പോൾ അത് നമുക്കിവിടെ കൂട്ടണ്ട, അതങ്ങോട്ട് മാറ്റി നിർത്തിയേക്കാം. കാരണം അത് നമ്മളിപ്പോൾ യൂബറിൻ്റെ കാര്യമാണല്ലോ കൂട്ടുന്നത്. ആ ഒരു പേഴ്സണൽ ട്രിപ്പ് കൊണ്ട് ഞാൻ പോയത്. അപ്പോൾ ആ ആഴ്ച ഞാൻ ആകെ 1, 2, 3, 4 ദിവസം ഓടിയിട്ടുള്ളൂ. വെറും 50 മണിക്കൂർ ഓടിയിട്ടുള്ളൂ. വെറും 42 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു മാസം ഈ 11,000 രൂപ കൂടിയതിൽ 3, 6, 9 അതായത് 2250 രൂപ ഏകദേശം പെട്രോളിന് CNGക്ക് ചിലവായിക്കാണ്. അതിപ്പോൾ അതിൽ നിന്ന് 2000 രൂപ കുറയ്ക്കുകയാണെങ്കിൽ റൗണ്ട് ഫിഗറാണ് നമ്മളെല്ലാം നോക്കുന്നത്, 9,000 രൂപ. അപ്പം ഈ ഒരു മാസം 45 9 എത്രയായി? 54 രൂപ. ശരിക്കും ഈ ഒരു മാസം നമ്മൾ 4 ആഴ്ച എടുക്കുകയാണെങ്കിൽ എത്ര രൂപ കൂടി? 54,000 രൂപ കൂടി. അതായത് CNG കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കൈ കിട്ടുന്ന പൈസ. ഇതിൽ സ്വന്തം വണ്ടി ഉണ്ടാകാം, റെൻ്റ് ഉണ്ടാകാം, വണ്ടി പല രീതിയിലെടുക്കാം. ഇപ്പം ഞാനെപ്പോഴും പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുതിയ വണ്ടി ആരും ഓട്ടം കണ്ട് എടുക്കാൻ നിൽക്കരുത്. അത് സിറ്റുവേഷൻ ഇപ്പം കുറച്ച് ഓട്ടം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ വണ്ടി അല്ലെങ്കിൽ തന്നെ യൂബർ ഓടാൻ പുതിയ വണ്ടിയുടെ ആവശ്യമില്ല. വേറെ പാക്കേജ് ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരു വണ്ടി എടുക്കുന്നതായിരിക്കും ബുദ്ധി. ഇനി പെൺപിള്ളേർ പറയുന്ന 9 to 5 ജോലി, ഓഫീസിൽ ലാപ്ടോപ്പ് ചെയ്യുന്ന ജോലിനേക്കാളും ക്യാഷ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാ ജോലി നല്ലത്? പേഴ്സണൽ ചോയ്സാണ് ഓരോരുത്തരുടെ ജോലിക്കൊക്കെ ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും. എന്നാലും നമ്മളിങ്ങനെ കുറ്റം പറയരുത്. അത് ഈ ഒരു ജോലിനെ പുച്ഛിക്കരുത്. നമുക്ക് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കല്യാണം കഴിക്കുക. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും, ഓരോ ഇഷ്ടങ്ങളുണ്ടാവും, ഓരോ താല്പര്യം, അതൊക്കെ ഓരോ. പക്ഷെ നിങ്ങൾ ഒരിക്കലും പെണ്ണും വീട്ടുകാരോടും പെണ്ണുങ്ങളോടും ഒന്നും കൂടി ഈ ഒരു കാര്യത്തിൽ ഇവരുടെ ഒരു ചിന്താഗതിയൊക്കെ ഒത്തിരി മാറണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജോലിനെ അങ്ങനെ പുച്ഛിക്കരുത്. ഡ്രൈവർമാരോട് ഒരുമാതിരി എല്ലാവർക്കും കല്യാണ കേസ് വരുമ്പോഴാണ് കേട്ടോ, അല്ലാണ്ട് പുച്ഛമുണ്ടെന്നല്ല. ഈ പുച്ഛിക്കേണ്ട കാര്യമില്ല. അവരൊരു മാസം, ഞാനീ പറയുന്നത് എറണാകുളത്ത് വെറുതെ യൂബർ ഓടുന്ന ഒരാളുടെ കേസാണ്. 55,000 രൂപ എല്ലാ ചിലവും കഴിഞ്ഞ് അവന് കിട്ടുന്നു സീസൺ ടൈമിൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഇത് എല്ലാ മാസം ഉറപ്പിച്ച് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാലും ഒത്തിരി ഒന്നും കുറയില്ല. മനസ്സിലായോ? ഇതിൽ കൂടുതൽ ഉണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഒരാളെ വിലയിരുത്താൻ. പൈസയുടെ കാര്യത്തിൽ എല്ലാ ജോലിക്കും അന്തസ്സുണ്ട്. പിന്നെ ഓരോരുത്തർക്ക് പറ്റിയ ഓരോരോ ജോലിയുണ്ട്, ഇഷ്ടമുള്ള ജോലിയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും ഒരു ജോലിനെ തരം താഴ്ത്തി ഒരു സമൂഹത്തെ, ഒരു വിഭാഗത്തെ മൊത്തം ചെറുതാക്കി കാണരുത്. ഇനിയെങ്കിലും ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. റവന്യൂ എത്ര രൂപയുണ്ട് എന്നൊന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണമായിരുന്നു. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് കാണാം.